ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് രാവിലെ തന്നെ കഴിക്കാനുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുട്ടും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം. നമുക്കിതിന്ന് വേഗം തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ തയ്യാറാക്കിയിട്ട് വരാം. ഞാൻ 2 സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ മുറിച്ച് വെച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്നിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവുന്ന സമയം വരെ നിൽക്കാം. ഈ സമയം കൊണ്ട് 2 തക്കാളി ഞാൻ മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഉള്ളിയും ഇതൊക്കെ വാടി വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷമാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മില്ലിൽ പൊടിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പും മുളകുമൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 250 ഗ്രാം ചിക്കൻ്റെ കറി മാത്രമാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവാൻ വേണ്ടി വെക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും നന്നായി വെന്ത് കിട്ടും. പിന്നെ ഇത് പുട്ടിന് കഴിക്കാൻ വേണ്ടി കുറച്ച് കറി വേണ്ടുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിത് നേരിയ പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ ഉപ്പ് ചേർത്ത വെള്ളത്തുകൊണ്ട് കുഴച്ചെടുക്കാം. പുട്ടിൻ്റെ പാകം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ പുട്ട് ചുട്ടെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് പുട്ടാണ്. പുഴുങ്ങലരിയും പച്ചരിയും ഒരേ അളവിലെടുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇനി തേങ്ങ ചേർത്ത് കൊടുത്ത് പുട്ടിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് പുട്ട് റെഡിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊരു 10 മിനിറ്റ് ആവി കയറുന്ന സമയം കൊണ്ടതിൽ നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ പുട്ട് റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഈ ചിക്കൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കറിയും കൂടി കഴിക്കാം. ഞാൻ 2 കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിയും കൂടി എടുത്തിട്ട് വേഗം തന്നെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ താങ്ക് യു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ.